ഗുഡ് മോർണിംഗ്. പ്രഭാത വാർത്തയിലേക്ക് സ്വാഗതം. ഞാൻ ഡോണ. മൻമോഹന് ആദരാഞ്ജലിയർപ്പിച്ച് രാജ്യം. രാവിലെ AICC ആസ്ഥാനത്ത് പൊതുദർശനം. സംസ്കാരം നിഗംബോധ് ഘട്ടിൽ. ന്യൂഡൽഹി. മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിന്റെ സംസ്കാര ചടങ്ങുകൾ നിഗംബോധ് ഘട്ടിൽ നടക്കുമെന്ന് ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു. പൂർണ്ണ സൈനിക ബഹുമതികളോടെ ശനിയാഴ്ച രാവിലെ 11:45-നാണ് സംസ്കാര ചടങ്ങുകൾ. ഡൽഹി മോത്തിലാൽ നെഹ്റു മാർഗിലുള്ള വസതിയിലാണ് ഇപ്പോൾ മൃതദേഹം. ഒട്ടേറെ പേർ ഇവിടെയെത്തി അന്തിമോപചാരം അർപ്പിച്ചു. ഇന്ന് രാവിലെ 8 മണിക്ക് AICC ആസ്ഥാനത്ത് പൊതുദർശനം ആരംഭിക്കും. ജനങ്ങൾക്കും കോൺഗ്രസ് പ്രവർത്തകർക്കും ആദരാഞ്ജലി അർപ്പിക്കാം. ഇതിനിടെ മൻമോഹൻ സിംഗിന് പ്രത്യേക സ്മാരകം വേണമെന്ന ആവശ്യം കേന്ദ്ര സർക്കാർ അംഗീകരിച്ചില്ല. മറ്റ് പ്രധാനമന്ത്രിമാരുടെ സ്മാരകമുള്ള യമുന തീരത്ത് പ്രത്യേക സ്മാരകം വേണമെന്നാവശ്യപ്പെട്ടാണ് കോൺഗ്രസ് കേന്ദ്ര സർക്കാരിനെ സമീപിച്ചത്. ഇക്കാര്യം കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെ പ്രധാനമന്ത്രിയെ അറിയിച്ചിരുന്നു. മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിന്റെ നിര്യാണത്തോട് അനുബന്ധിച്ച് ശനിയാഴ്ച കേന്ദ്ര സർക്കാർ ഓഫീസുകൾക്കും കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനങ്ങൾക്കും പകുതി ദിവസം അവധി പ്രഖ്യാപിച്ചു. ഡൽഹി എയിംസ് ആശുപത്രിയിൽ വ്യാഴാഴ്ച രാത്രി 9:51-നായിരുന്നു മൻമോഹൻ സിംഗിന്റെ അന്ത്യം. ഏറെ നാളായി രോഗബാധിതനായിരുന്ന അദ്ദേഹം കഴിഞ്ഞ ദിവസം വൈകിട്ട് 7:45 വസതിയിൽ കുഴഞ്ഞു വീഴുകയായിരുന്നു. കേന്ദ്ര സർക്കാർ 7 ദിവസത്തെ ഔദ്യോഗിക ദുഃഖാചരണം പ്രഖ്യാപിച്ചു. ആരിഫ് മുഹമ്മദ് ഖാന്റെ യാത്രയയപ്പ് ചടങ്ങ് മാറ്റിവെച്ചു. പുതിയ ഗവർണർ ജനുവരി 2-ന് ചുമതലയേൽക്കും. തിരുവനന്തപുരം. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന്റെ നാളെ നടത്താനിരുന്ന യാത്രയയപ്പ് ചടങ്ങ് മാറ്റിവെച്ചു. മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിന്റെ മരണത്തെ തുടർന്നു രാജ്യത്ത് ഔദ്യോഗിക ദുഃഖാചരണമായതുകൊണ്ടാണ് യാത്രയയപ്പ് മാറ്റിയത്. രാജ്ഭവൻ ജീവനക്കാർ നാളെ വൈകിട്ടാണ് ഗവർണർക്ക് യാത്രയയപ്പ് നൽകാൻ തീരുമാനിച്ചത്. ഡിസംബർ 29-ന് ആരിഫ് മുഹമ്മദ് ഖാൻ കൊച്ചിയിൽ നിന്ന് ഡൽഹിയിലേക്ക് പുറപ്പെടും. പുതിയ കേരള ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ പുതുവത്സര ദിനത്തിൽ കേരളത്തിലെത്തും. ജനുവരി 2-നാണ് അദ്ദേഹം ചുമതലയേൽക്കുക. ജനുവരി 2-ന് ആരിഫ് മുഹമ്മദ് ഖാൻ ബീഹാർ ഗവർണറായി ചുമതലയേൽക്കും. വിഷം അകത്തുചെന്ന വയനാട് DCC ട്രഷററും മകനും മരിച്ചു. മരണം ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ. ബത്തേരി. വിഷം അകത്തുചെന്നു ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന വയനാട് DCC ട്രഷററും മകനും മരിച്ചു. വയനാട് DCC ട്രഷറർ NM വിജയനും 78, മകൻ ജിജേഷും 38 ആണ് മരിച്ചത്. വെള്ളിയാഴ്ച വൈകിട്ടോടെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് മരണം. NM വിജയനെയും ജിജേഷിനെയും ചൊവ്വാഴ്ച വൈകിട്ടോടെയാണ് വിഷം അകത്തുചെന്ന നിലയിൽ വീട്ടിനുള്ളിൽ കണ്ടത്. ഗുരുതരാവസ്ഥയിലായ ഇരുവരെയും ആദ്യം സുൽത്താൻ ബത്തേരിയിലെ സ്വകാര്യ ആശുപത്രിയിലും പിന്നീട് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും പ്രവേശിപ്പിക്കുകയായിരുന്നു. ഇവിടെ ചികിത്സയിലിരിക്കെയാണ് ഇന്നലെ വൈകിട്ടോടെ ഇരുവരും മരണത്തിന് കീഴടങ്ങിയത്. ദീർഘകാലം ബത്തേരി പഞ്ചായത്തിന്റെ പ്രസിഡന്റായിരുന്നു NM വിജയൻ. സുൽത്താൻ ബത്തേരി കോ-ഓപ്പറേറ്റീവ് അർബൻ ബാങ്കിൽ മുൻപ് താത്കാലിക ജീവനക്കാരനായിരുന്നു മകൻ ജിജേഷ്. ഇയാൾ അവിവാഹിതനാണ്. പരേതയായ സുമയാണ് NM വിജയന്റെ ഭാര്യ. മകൻ വിജേഷ്. പാറമേക്കാവ്. തിരുവമ്പാടി വേല. വെടിക്കെട്ടുകൾക്ക് അനുമതിയില്ല. തേക്കിൻകാട് മൈതാനം സുരക്ഷിതമല്ലെന്ന് റിപ്പോർട്ട്. തൃശൂർ. പാറമേക്കാവ്, തിരുവമ്പാടി വേല എഴുന്നള്ളിപ്പുകളോട് അനുബന്ധിച്ച് നടത്തുന്ന വെടിക്കെട്ടിന് അനുമതി നിഷേധിച്ച് ADM. വെടിക്കെട്ടിന് അനുമതി തേടി ഇരു ദേവസ്വങ്ങളും നൽകിയ അപേക്ഷകളാണ് ADM തള്ളിയത്. പോലീസ്, ഫയർ, റവന്യൂ വകുപ്പ് ഉദ്യോഗസ്ഥർ നൽകിയ റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാട്ടിയാണ് ADM വേല വെടിക്കെട്ടിന് അനുമതി നിഷേധിച്ചിരിക്കുന്നത്. വേലയുടെ ഭാഗമായി തേക്കിൻകാട്ടിലെ വടക്കുന്നാഥ ക്ഷേത്ര മൈതാനിയിലാണ് വെടിക്കെട്ട് നടത്താറുള്ളത്. എന്നാൽ കേന്ദ്ര സ്ഫോടകവസ്തു നിയമത്തിലെ പുതിയ ഭേദഗതിയുടെ അടിസ്ഥാനത്തിൽ വെടിക്കെട്ട് നടത്താനുള്ള സാഹചര്യമില്ലെന്ന് ജില്ലാ ഫയർ ഓഫീസർ റിപ്പോർട്ട് നൽകുകയായിരുന്നു. പ്രദർശന സ്ഥലത്ത് ജനങ്ങളുടെ ജീവനും സ്വത്തിനും അപകടമില്ലാത്ത വിധം വെടിക്കെട്ട് പ്രദർശനം നടത്താനുള്ള സാഹചര്യമില്ലെന്നാണ് റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നത്. അതേസമയം വേല വെടിക്കെട്ടിന് അനുമതി നിഷേധിച്ചത് ഗൗരവമായാണ് കാണുന്നതെന്നും ഈ സ്ഥിതി തുടർന്നാൽ തൃശൂർ പൂരം വെടിക്കെട്ടും ഇല്ലാതാക്കുമെന്നും പാറമേക്കാവ് ദേവസ്വം പ്രതികരിച്ചു. വർഷങ്ങളായി നടന്നുവരുന്ന വേലകളുടെ വെടിക്കെട്ടാണ് പാടില്ലെന്നു പറയുന്നതെന്നും ക്ഷേത്രാചാരങ്ങളും പാരമ്പര്യവും തടസ്സപ്പെടുമ്പോൾ ഇടപെടാൻ ആരുമില്ലെന്നും തിരുവമ്പാടി ദേവസ്വവും അഭിപ്രായപ്പെട്ടു. ജനുവരി 3-നാണ് പാറമേക്കാവ് ക്ഷേത്രത്തിലെ വേല. 5-ന് തിരുവമ്പാടി ക്ഷേത്രത്തിലെ വേലയും നടക്കും. അനധികൃത വെടിക്കെട്ട് പ്രദർശനം നടക്കുന്നില്ലെന്ന് ഉറപ്പാക്കാൻ CEP പോലീസ് കമ്മീഷണർ നടപടി സ്വീകരിക്കണമെന്നും ADMന്റെ ഉത്തരവിൽ നിർദ്ദേശിച്ചിട്ടുണ്ട്. ദക്ഷിണ കൊറിയ ആക്ടിംഗ് പ്രസിഡന്റിനെയും പുറത്താക്കി. പകരം ധനമന്ത്രി ചോയ് സാങ്-മോക് സ്ഥാനമേൽക്കും. സോൾ. ദക്ഷിണ കൊറിയയിൽ ആക്ടിംഗ് പ്രസിഡന്റ് ഹാൻ ഡക്സുവിനെയും ദേശീയ അസംബ്ലി വോട്ട് ചെയ്ത് പുറത്താക്കി. 192-നെതിരെ 0. ഭരണകക്ഷി അംഗങ്ങൾ ഇറങ്ങിപ്പോയതോടെയാണ് പ്രമേയം പാസായത്. ഭരണഘടനാ കോടതി അന്തിമ തീർപ്പ് പ്രഖ്യാപിക്കുന്നതുവരെ പ്രസിഡന്റിന്റെ അധികാരവും ചുമതലയും നീക്കം ചെയ്യും. ഉപപ്രധാനമന്ത്രിയും ധനമന്ത്രിയുമായ ചോയ് സാങ്-മോക് പകരം ചുമതലയേൽക്കുമെന്നാണ് സൂചന. പട്ടാള നിയമം നടപ്പാക്കാൻ ശ്രമിച്ച് പരാജയപ്പെട്ട പ്രസിഡന്റ് യൂൻ സുക് യോളിനെ ഇംപീച്ച് ചെയ്യുകയും തുടർന്ന് സസ്പെൻഡ് ചെയ്യുകയും ചെയ്തതോടെ രൂപപ്പെട്ട പ്രതിസന്ധി ഇതോടെ രൂക്ഷമായി. ഇംപീച്ച്മെന്റ് പ്രമേയം പാസായതിനെ തുടർന്ന് ലിയോൾ സ്ഥാനമൊഴിഞ്ഞപ്പോഴാണ് പ്രധാനമന്ത്രി ഹാൻ ഡക്സു ആക്ടിംഗ് പ്രസിഡന്റായി ചുമതലയേറ്റത്. ഇംപീച്ച്മെന്റ് പാസാകാൻ പീപ്പിൾ പവർ പാർട്ടി ആവശ്യപ്പെടുന്നതുപോലെ 300 അംഗസഭയിൽ 3/2 ഭൂരിപക്ഷം വേണ്ടെന്നും കേവല ഭൂരിപക്ഷം മതിയെന്നുമുള്ള സ്പീക്കറുടെ നിലപാടാണ് ഭരണപക്ഷത്തെ പ്രകോപിപ്പിച്ചത്.
പ്രസിഡന്റിനെ ഇംപീച്ച് ചെയ്യാൻ 2/3 ഭൂരിപക്ഷം വേണമെങ്കിലും ആക്ടിംഗ് പ്രസിഡന്റിന്റെ കാര്യത്തിൽ അത്തരം നിബന്ധനയില്ലെന്നായിരുന്നു സ്പീക്കറുടെ നിലപാട്. സുസ്ഥിര വികസനത്തിന്റെ ബ്രാൻഡ് അംബാസഡർമാരായി മാറണം NSS വോളണ്ടിയേഴ്സ്. ഡോക്ടർ RN അൻസർ. കോടഞ്ചേരി തുഷാരഗിരി വിനോദസഞ്ചാര കേന്ദ്രത്തിൽ നാഷണൽ സർവീസ് സ്കീം നേതൃത്വത്തിൽ ശുചിത്വ മിഷന്റെയും കോടഞ്ചേരി ഗ്രാമപഞ്ചായത്തിന്റെയും സഹകരണത്തോടെ നടത്തിയ മെഗാ ക്ലീനിംഗ് ഡ്രൈവ് ശ്രദ്ധേയമായി. സംസ്ഥാനത്തെ ഈ വർഷത്തെ NSS സപ്തദിന ക്യാമ്പുകളുടെ പ്രധാന പദ്ധതിയാണ് സുഹൃത കേരളം. കലാലയത്തിന്റെ സമീപത്തുള്ള വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ, ചരിത്ര പ്രാധാന്യമുള്ള സ്ഥലങ്ങൾ, മ്യൂസിയം, പാർക്ക് പോലെയുള്ള പൊതുസ്ഥലങ്ങൾ, ഗവൺമെന്റ് സ്ഥാപനങ്ങളുടെ കോമ്പൗണ്ടുകൾ തുടങ്ങിയവയിൽ ഏതെങ്കിലും ഒന്നിന് ഓരോ NSS യൂണിറ്റ് അവരുടെ പങ്കാളിത്ത പ്രവർത്തന മേഖലയായി ഏറ്റെടുത്തുകൊണ്ട് ഒരു വർഷം തുടർച്ചയായി വിവിധ സന്നദ്ധ സേവന പ്രവർത്തനങ്ങൾ ചെയ്തു ആ സ്ഥലങ്ങളെ ജനകീയമാക്കുന്ന പദ്ധതിയാണ് സുഹൃത കേരളം. സംസ്ഥാനത്ത് 3000 സപ്തദിന ക്യാമ്പുകളാണ് നടക്കുന്നത്. 1.5 ലക്ഷം വളണ്ടിയേഴ്സാണ് ഇതിൽ പങ്കെടുക്കുന്നത്. ഇതിന്റെ ഭാഗമായി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി കീഴിലുള്ള കോളേജുകളായ ഓമശ്ശേരി അൽ-ഇർഷാദ് ആർട്സ് ആൻഡ് സയൻസ് വിമൻസ് കോളേജ്, ബാലുശ്ശേരി ശ്രീ ഗോകുലം ആർട്സ് ആൻഡ് സയൻസ് കോളേജ്, പ്രോവിഡൻസ് വുമൻസ് കോളേജ്, കോഴിക്കോട് ദയാപുരം ആർട്സ് ആൻഡ് സയൻസ് വിമൻസ് കോളേജ്, MES ആർട്സ് ആൻഡ് സയൻസ് കോളേജ്, ചാത്തമംഗലം എന്നിവയിൽ നിന്നായി 300-ലധികം NSS വിദ്യാർത്ഥികൾ തുഷാരഗിരി മെഗാ ക്ലീനിംഗ് ഡ്രൈവിൽ പങ്കെടുത്തു. സംസ്ഥാന NSS ഓഫീസർ ഡോക്ടർ RN അൻസർ പരിപാടി ഉദ്ഘാടനം ചെയ്തു. കോടഞ്ചേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അലക്സ് തോമസ് അധ്യക്ഷത വഹിച്ചു. NSS കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി കോഓർഡിനേറ്റർ ഡോക്ടർ N ഷിഹാബ്, ശുചിത്വ മിഷൻ കോഓർഡിനേറ്റർ ലജുവന്തി, വാർഡ് മെമ്പർ സിസിലി ജേക്കബ്, NSS പ്രോഗ്രാം ഓഫീസർമാരായ ലിജോ ജോസഫ്, ഡോക്ടർ സംഗീത കൈമൾ, അഞ്ജു സുരേഷ്, ഡോക്ടർ ആശാലത, DEPPC മാനേജർ ഷെല്ലി എന്നിവർ സംസാരിച്ചു. പോലീസ് സ്റ്റേഷൻ വളപ്പിൽ സമ്മാനമായി ലഭിച്ച വൃക്ഷത്തൈ നട്ടു. കോടഞ്ചേരി NSS ക്യാമ്പിൽ വിദ്യാർത്ഥികൾ സമ്മാനമായി നൽകിയ വൃക്ഷത്തൈ പോലീസ് സ്റ്റേഷൻ വളപ്പിൽ നട്ട ഇൻസ്പെക്ടർ. കോടഞ്ചേരി പോലീസ് സ്റ്റേഷനിലെ ഇൻസ്പെക്ടർ സജു എബ്രഹാമാണ് സ്റ്റേഷൻ വളപ്പിൽ തണലൊരുക്കാൻ വൃക്ഷത്തെ നട്ടത്. കോടഞ്ചേരി സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന മാമ്പറ്റ ഡോൺ ബോസ്കോ കോളേജിന്റെ NSS സപ്തദിന ക്യാമ്പിൽ അതിഥിയായി എത്തിയപ്പോഴാണ് വിദ്യാർത്ഥികൾ സമ്മാനമായി വൃക്ഷത്തെ നൽകിയത്. ഈ തൈ വിദ്യാർത്ഥികളെയും അധ്യാപകരെയും സ്റ്റേഷനിലേക്ക് ക്ഷണിച്ച് അവരുടെ സാന്നിധ്യത്തിൽ ഇൻസ്പെക്ടർ തന്നെ നടുകയായിരുന്നു. ഡോൺ ബോസ്കോ കോളേജിന്റെ മാതൃകാ പദ്ധതിയാണ് വൃക്ഷത്തെ വിതരണം. കോളേജിലെ പരിപാടികളിൽ പങ്കെടുക്കാനെത്തുന്ന അതിഥികൾക്കും അധ്യാപകരുടെയും വിദ്യാർത്ഥികളുടെയും പിറന്നാളിനും സമ്മാനമായി നൽകുന്നത് വൃക്ഷത്തൈകളാണ്. കഴിഞ്ഞ 4 വർഷത്തിനിടെ 1000-ലധികം വൃക്ഷത്തൈകളാണ് ഇങ്ങനെ സമ്മാനമായി നൽകിയിട്ടുള്ളത്. കോടഞ്ചേരി പോലീസ് സ്റ്റേഷൻ ഓഫീസർമാരായ ബീന, നൂർ അഹമ്മദ്, NSS യൂണിറ്റ് പ്രോഗ്രാം ഓഫീസർ GG ജോർജ്, യൂണിറ്റ് സെക്രട്ടറി ആജോ വർഗീസ്, കോളേജ് PRO സന്തോഷ് മരുതോലിൽ എന്നിവർ സംബന്ധിച്ചു. പൂർവ്വ വിദ്യാർത്ഥി സംഗമം നടത്തി. നെല്ലിപ്പയിൽ പാരീഷ് ഹാളിൽ വെച്ച് മറന്നുപോയ ബന്ധങ്ങൾ എന്ന വാട്സാപ്പ് ഗ്രൂപ്പിന്റെ പൂർവ്വ വിദ്യാർത്ഥി സംഗമം നടത്തി. ഇന്നലെ അന്തരിച്ച മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിനും MD വാസുദേവൻ മാസ്റ്റർക്കും അനുശോചനം നടത്തി. തുടർന്ന് പൂർവ്വ വിദ്യാർത്ഥികളായ 50ഓളം ആളുകൾ പല സ്ഥലത്തുനിന്നും ഈ പരിപാടിയിൽ പങ്കെടുത്തു. പരിപാടി രാവിലെ 9:30-ന് ആരംഭിച്ചു. പഴയ മുഖങ്ങൾ ഓർത്തെടുത്ത് പരസ്പരം പരിചയപ്പെടുത്തി. തുടർന്ന് ചായയും ലഘുഭക്ഷണവും വിതരണം ചെയ്ത് ക്ഷീണമകറ്റി വിവിധ കലാപരിപാടികൾ നടത്തി. ഉച്ചയ്ക്ക് വിഭവസമൃദ്ധമായ ഊണുണ്ടായിരുന്നു. വൈകുന്നേരം 3:15-ന് അവസാനിക്കുകയും ചെയ്തു. പുളിയനാക്കുന്നേൽ വർഗീസ് പാപ്പച്ചൻ അന്തരിച്ചു. തിരുവമ്പാടി മുത്തപ്പൻപുഴയിലെ ആദ്യകാല കുടിയേറ്റ കർഷകൻ പുളിയനാക്കുന്നേൽ വർഗീസ് പാപ്പച്ചൻ 87 അന്തരിച്ചു. ഭാര്യ മറിയക്കുട്ടി, തൊടുപുഴ പുളിക്കുന്നേൽ കുടുംബാംഗം. മക്കൾ മേരി, എൽസി, റോയി, ജേസി, ബേബി, സോജൻ, സിസ്റ്റർ ജീന, ഫിലിപ്പ്, നേരി കോൺവെന്റ് പുതുപ്പാടി, ജെൻസി അധ്യാപിക, മരിയൻ സ്കൂൾ ആനക്കാമ്പുയിൽ, മരുമക്കൾ ഉലഹന്നാൻ, കുപ്പായക്കോട്, ഷാജി, കൂരാച്ചുണ്ട്, തോമസ്, തോട്ടുമുക്കം. സംസ്കാരം ഇന്ന് 2024 ഡിസംബർ 28 ശനി രാവിലെ 11-ന് വസതിയിൽ നടക്കുന്ന പ്രാർത്ഥനാ ശുശ്രൂഷകൾക്ക് ശേഷം മുത്തപ്പൻപുഴ സെയിന്റ് സെബാസ്റ്റ്യൻസ് പള്ളിയിൽ. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം. വാർത്തകളും പരസ്യങ്ങളും അറിയിക്കുവാൻ വേണ്ടി കോടഞ്ചേരി മീഡിയ അഡ്മിന്മാരെ ബന്ധപ്പെടാവുന്നതാണ്.